പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇലാസ്റ്റിക് ട്രൗസറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറക്കം വേണ്ടത് 12 ഇഞ്ചാണ്. 12ൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. 14.5 ഇഞ്ച് വെക്കണം. അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. നമുക്കിതിങ്ങനെ വരയാം. ഇനി നമുക്ക് വണ്ണം വേണ്ടത് 20 ഇഞ്ചാണ്. 20നെ 4 5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അങ്ങനെ 7 ഇഞ്ച് എടുക്കണം. വണ്ണം നമുക്ക് 7 ഇഞ്ച് എടുക്കാം. താഴേക്കൊന്ന് വരയ്ക്കാം. ഒന്നരഞ്ച് നമുക്ക് മുകളിലേക്ക് മടക്കിയടിക്കാൻ വേണം. അതൊന്ന് അടയാളപ്പെടുത്താം. നമുക്കൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് താഴ്ച കൊടുക്കണം. നമ്മൾ ഈ വണ്ണം എത്രയാണോ വെച്ചാൽ അത് തന്നെ നമ്മൾ ഇവിടേക്ക് വെക്കുകയാണ്. നമ്മളിവിടെ 7 ഇഞ്ചാണ് വെച്ചത് വണ്ണം. ആ 7 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ താഴേക്കും വെക്കാം. ഇതങ്ങനെ വരയ്ക്കാം. ഇവിടേക്ക് നമ്മളൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിവിടെ 1.5 ഇഞ്ച് വെക്കാം, 2 വെക്കാം, 2.5 വെക്കാം. ട്രൗസറിൻ്റെ നീളത്തിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. നമുക്കൊന്ന് ഷേപ്പ് വരയ്ക്കണം. ഇനി നമുക്ക് കാലിൻ്റെ വണ്ണം നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മടക്കിയടിക്കാൻ വേണം. അത് നമുക്കൊന്നിങ്ങനെ വരയാം. ഇവിടേക്ക് നമുക്ക് 7 ഇഞ്ച് വണ്ണം വയ്ക്കാം. 7 ഇഞ്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ നമ്മൾക്ക് 1/2 ഇഞ്ച് തുന്നൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 7.5 ഇഞ്ച് വയ്ക്കാം. ഇതിനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇനി ഇത് മടക്കി അടിക്കാനുള്ളതാണ്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാം. നമ്മൾ കുട്ടികളുടെ വണ്ണം എടുക്കുമ്പോൾ എപ്പോഴും ഒരു 2 ഇഞ്ച് അധികം എടുത്തിട്ട് വേണം വണ്ണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞൊന്നും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ 2.5 ഇഞ്ചാണ് കൂട്ടിയത്. വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ചും കൂട്ടി. പിന്നെ ഇങ്ങോട്ട് നമ്മൾ 2 ഇഞ്ചാണ് വെച്ചത്. പിന്നെ ഇവിടെ മടക്കിയെടുക്കാൻ 1 ഇഞ്ച് മുട്ടും. നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടു. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിതിനെ ഇത് തയ്ക്കാം. നമ്മളിത് തയ്ക്കുകയാണ്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മടക്കി അടിക്കാനും വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് തയ്ക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തയ്ച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തു. അതേപോലെ തന്നെ നമുക്കിനി ഇപ്പുറത്തെ ഭാഗം തയ്ച്ചെടുക്കണം. 2 അടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗം
മടക്കി അടിക്കണം. അരഞ്ചിൽ മടക്കണം. പിന്നെ ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് മടക്കി അടിക്കണം. താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കണം. ആദ്യം ഒന്ന് അരഞ്ച് മടക്കുക, എന്നിട്ട് ഒന്നും കൂടെ മടക്കണം. അപ്പം നമ്മളിവിടെ മടക്കി അടിക്കണം. അതേപോലെ ഇനി നമുക്ക് ഇപ്പുറത്തും മടക്കി അടിക്കണം. അരഞ്ചിൽ ആദ്യം ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കണം. അപ്പം നമ്മൾ ഈ ഭാഗം മടക്കി അടിച്ചിടണം. ഇനി നമ്മളിതിൽ അധികം വരുന്ന തുമ്പുകളൊക്കെ വെട്ടിക്കളയണം. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ അടിക്കണം. കാലിൻ്റെ ഭാഗം എത്ര വേണ്ടി വെച്ചാൽ അത്ര അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കണം. നമ്മളിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തയ്ക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ കെട്ടിടണേ, എന്നിട്ട് ഇവിടെ കൊണ്ടൊന്നും കെട്ടിടണം. നമുക്കിത് മറയ്ക്കാം. ഇനി നമുക്കിതിൽ എലാസ്റ്റിക് ഇടണം. നമ്മൾ ആദ്യം ഒന്ന് അരഞ്ചിൽ മടക്കണം. അപ്പോൾ നമ്മളിത് അരഞ്ച് മടക്കി അടിച്ചോണ്ട് ഇനി 1 ഇഞ്ച് മടക്കി അടിക്കണം. നമ്മളിത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടക്കി അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് മടക്കി അടിച്ചിടണം. ഇനി എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അത് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് 1 ഇഞ്ച് മടക്കി അടിച്ചിട്ട്. നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഈ ഗ്യാപ്പിൽ കൂടെ സൂചിപ്പിന് കൊടുത്തിട്ട് നമുക്കിത് കയറ്റി കൊടുക്കാം. യഥാർത്ഥ വണ്ണത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് എടുക്കാൻ. നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ 2 ഭാഗം ഒന്ന് തയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒരു 3-4 അടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി എലാസ്റ്റിക്കിന് ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഈ ഗ്യാപ്പിട്ട ഭാഗമാണ് തുന്നണത്. 1 ഇഞ്ച് ഇപ്പുറത്തുനിന്ന് തുന്നണം. എന്നിട്ട് നിർത്തുമ്പോൾ 1 ഇഞ്ച് ഇപ്പുറത്ത് കൊണ്ട് നിർത്തണം. നമ്മൾ ഈ ഗ്യാപ്പിട്ട പുറത്ത് തയ്ച്ചിടണം. ഇനി നമുക്ക് മെഷീനിൽ വെച്ചിട്ട് എലാസ്റ്റിക്കിന് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ടൊന്ന് നടുക്കൂടെ അടി കൊടുക്കണം. നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ നടുഭാഗത്തായിട്ട് അടി കൊടുക്കണം. വലിച്ച് പിടിക്കണം. അപ്പം നമ്മൾ ഇത് നടുക്കൂടെ അടി കൊടുത്തിടണം. എലാസ്റ്റിക് നമ്മളിങ്ങനെ വലിച്ചിട്ട് വേണം തയ്ക്കാൻ. നമ്മൾ എവിടെ നിന്നാണ് തുന്നാൻ തുടങ്ങിയത് അവിടെ തന്നെ കൊടുന്ന് നിർത്തരുത്. 1 ഇഞ്ചും കൂടെ പുറത്തേക്ക് കൊടുന്ന് വേണം നിർത്താൻ. നമ്മുടെ ട്രൗസർ റെഡി ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട്